നമ്മുടെ നറൂട്ടോയ്ക്ക് ബൊറൂട്ടോ ടൈംലൈനിൽ എന്താണ് സംഭവിച്ചത്? എല്ലാം സ്റ്റാർട്ട് ആയത് 6 ദിവസമായിരുന്നു. അന്ന് നമ്മുടെ നറൂട്ടോ ഇഷിക്കി ഓട്സുസുക്കിയെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ബാറ്റൻ മോഡിനെ ആക്ടിവേറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഈ പവേഴ്സ് വന്ന് കുറാമയുടെ ലൈഫ് ഫോഴ്സിൽ നിന്നാണ് വന്നിരുന്നത്. സോ ഇതുകൊണ്ട് തന്നെ എൻഡില് നറൂട്ടോയ്ക്ക് കുറാമയെ നഷ്ടമാവുകയാണ്. അങ്ങനെ നമ്മുടെ നറൂട്ടോ ഇവിടെ ഒറ്റയ്ക്കാവുകയാണ്. നറൂട്ടോയ്ക്ക് അവരെ ചക്ര ബീസ്റ്റ് ആക്കി മാറ്റിയ കുറാമയില്ല. ആൻഡ് ഇങ്ങനെ ഇരിക്കുകയാണ് നറൂട്ടോയ്ക്ക് ഇനി ഇങ്ങനത്തെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കവാക്കി എല്ലാ ഓട്സുക്കീസിനെയും ഇല്ലാതാക്കുവാൻ പുറപ്പെടുകയാണ്. എന്നാൽ അപ്പോഴാണ് ബൊറൂട്ടോ അവന്റെ മുന്നിൽ വരുന്നത്. നറൂട്ടോ ഇവിടെ ഇരുവരെയും തടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞിരുന്നില്ല. നറൂട്ടോയ്ക്ക് തന്റെ മകൻ മരിക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ഇതുകൊണ്ട് കവാക്കി തന്റെ ഷിൻജിറ്റ്സു എബിലിറ്റി ആയ സൈക്കോകുതൻ യൂസ് ചെയ്ത് നറൂട്ടോ ആൻഡ് ഹിനാറ്റയെ ഒരു ടൈംലെസ് ഡയമെൻഷനിൽ സീൽ ചെയ്തു. ഈ ഒരു ഡയമെൻഷനിൽ സൗണ്ടും മൂവ്മെന്റും ഒന്നുമില്ല, എംപ്റ്റിനെസ് മാത്രം. അങ്ങനെ ഇവിടെ 3 വർഷങ്ങൾ കഴിഞ്ഞു. നറൂട്ടോ ആൻഡ് ഹിനാറ്റ ഇപ്പോഴും അവിടെ തന്നെയാണ്. കവാക്കി ഇടയ്ക്കിടെ അവിടെ പോയി നോക്കുന്നുണ്ടായിരുന്നു എല്ലാം ശരിയാണോ എന്ന്. ആൻഡ് ഈ ഒരു ടൈമിലാണ് ജൂറ എന്ന ടെൻറ്റെയിൽസിന്റെ പുതിയ ഫോം നറൂട്ടോയെ ഹണ്ട് ചെയ്യാൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കവാക്കിക്ക് ഇവിടെ എന്തായാലും നറൂട്ടോയെ ആ ഒരു ഡയമെൻഷനിൽ സീൽ ചെയ്ത് വെച്ചേ പറ്റൂ.